featuring the man of സ്റ്റീൽ Superman 2025 എങ്ങനെയുണ്ട്? കൊള്ളാം, പൊളി സാധനം. അതോ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു സീനുണ്ടോ ഫിലിം റിവ്യൂസ്. സൂപ്പർമാൻ 2025നെ പറ്റി എളുപ്പമായി പറയാൻ പറ്റുന്ന റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കോമിക് ബുക്ക് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഒരു കോമിക് ബുക്ക് ഫിലിം ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു ഫിലിം ഫാൻ ആണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് ബോർ അടിക്കാനാണ് ചാൻസ് കൂടുതൽ. അതായത് DC സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ കപ്പിത്താൻ ജെയിംസ് ഗൺ റീബൂട്ട് ചെയ്യുന്ന ഡയറക്ഷനിലെ ആദ്യ പടമാണ് സൂപ്പർമാൻ. തോക്കേട്ടന്റെ ഒപ്പീനിയൻ സൂപ്പർമാന്റെയും ബാറ്റ്മാന്റെയും ഒറിജിൻ സ്റ്റോറീസ് ഇനി സിനിമാറ്റിക്കലി കാണിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് ഈ പടം തുടങ്ങുന്നത് തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സൂപ്പർമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളും പവേഴ്സും ക്യാരക്ടർ റിലേഷൻഷിപ്സ്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാത്തിനെയും പറ്റി കാണുന്നവർക്ക് ഒരു ഏകദേശ മുൻധാരണ ഉണ്ടാവും എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഗൺ ഈ സിനിമ എടുത്തിരിക്കുന്നത്. തുടങ്ങുമ്പോൾ അത് നന്നായി വർക്കൗട്ട് ആകുന്നുണ്ട്. ഈ സിനിമയുടെ ഓപ്പണിംഗ് തന്നെ സൂപ്പർമാൻ ആദ്യമായി തോറ്റിരിക്കുന്നു എന്ന ടെക്സ്റ്റ് കാണിച്ചുകൊണ്ടാണ്. അത് ഫോളോ ചെയ്യുന്ന സെഗ്മെന്റിൽ ഞാൻ ആരാണ്, എന്താണ് ഈ ലോകത്തിന്റെ പർപ്പസ്, എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കുറെ ചോദ്യങ്ങൾ സൂപ്പർമാന്റെ മനസ്സിൽ ഒരു ഐഡന്റിറ്റി ക്രൈസ് ആയി ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അത് സൂപ്പർമാൻ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്ന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് കഴിഞ്ഞ ഒരു സീനിൽ വെറുതെ ഒന്ന് തൊട്ടുപോകുന്നതല്ലാതെ ഈ കോൺഫ്ലിക്ട് ഒരിക്കലും ഈ സിനിമ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പകരം ഇതിന്റെ ഫോക്കസ് മുഴുവൻ ഈ ലോകം സെറ്റപ്പ് ചെയ്യുന്നതിലാണ്. അതിന്റെ കുഴപ്പം, ഈ ലോകം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആകണം. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണല്ലോ. അതുകൊണ്ട് ഇവരെങ്ങനെ ഈ പോയിന്റ് എത്തി, എന്താണ് ഇവരുടെ കഥ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും നമുക്ക് വലിയ കാര്യമില്ല. ഉദാഹരണത്തിന് ജസ്റ്റിസ് ഗാങ് എന്ന ക്യാരക്ടേഴ്സ്, ഗ്രീൻ ലാന്റേൺ, മിസ്റ്റർ ടെറിഫിക്, ഹോപ്പ് ഗേൾ. സിനിമയിൽ ഇവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സൂപ്പർ ഹീറോ ഗ്രൂപ്പാണ്. ഇവർക്ക് സൂപ്പർമാനെ സീക്രട്ട് ഐഡന്റിറ്റി അറിയാം, ഇവരെ പുള്ളി സഹായിക്കുന്നുണ്ട്, ലോകമെമ്പാടും ഇവർ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ചോദ്യം നിങ്ങളൊക്കെ ഏതാ എന്നാണ്. അത്യാവശ്യത്തിന് കോമിക് ബുക്ക് നോളജ് ഇല്ലാത്ത ഒരാളുടെ പെർസ്പെക്റ്റീവ്, ഏതോ കുറെ പേര് വരുന്നു, ആരെയൊക്കെയോ എന്തിനെയൊക്കെയോ വേണ്ടി തല്ലുന്നു, ഇടയ്ക്കൊക്കെ സൂപ്പർമാനും ഉണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ സൂപ്പർമാന് പ്രധാനമായ 3 കോർ റിലേഷൻഷിപ്സ് ആണ് ഫോക്കസ്. 1 ലെക്സ് ലൂത്തർ ആയുള്ള ഹീറോ വില്ലൻ റിലേഷൻഷിപ്പ്, 2 ലോയിസ് ലെയ്ൻ ആയുള്ള കാമുകൻ റിലേഷൻഷിപ്പ്, ആൻഡ് 3 അഡോപ്റ്റീവ് ഫാമിലി ആയുള്ള കുടുംബ ബന്ധം. ഇതിനകത്ത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ലെക്സിന് ഓൾറെഡി സൂപ്പർമാനോട് ഭയങ്കര വൈരാഗ്യമുണ്ട്. ഇതിനെപ്പറ്റി ആകെ കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നത് സിനിമയുടെ അവസാനമാണ്. ലോയിസ് ഓൾറെഡി പുള്ളിയെ പ്രേമിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആ ബന്ധത്തിൽ ആകെ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ സത്യത്തിൽ ഒരു കോംപ്ലിക്കേഷൻ പോലുമേ അല്ല. ഈ അച്ഛനും അമ്മയും ആണെങ്കിൽ ആകെ ഒരു 2-3 സീനിലേ ഉള്ളൂ. അപ്പൊ 3-ാം സീനിന്റെ അവസാനം അവർ ഭയങ്കര ഇമോഷണൽ ആവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യാനില്ല. ഇതിനെല്ലാം കാരണം നമ്മൾ ഈ ഡെവലപ്മെന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ആകെ കാണുന്നത് ഇതിന്റെ എൻഡ് പോയിന്റ്സ് ആണ്. പക്ഷെ ഇൻ ദ സിനിമാറ്റിക് മീഡിയം യാത്രയ്ക്കും അതിന്റെ ഒരു സുഖമുണ്ട്. ഡെസ്റ്റിനേഷൻ മാത്രമല്ല പ്രധാനം. ഫോർ മീ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം ഇതാണ്. ഇതുകൊണ്ട് തന്നെ സ്ക്രീനിൽ എത്ര വലിയ സ്പെക്ടക്കിൾ ആണെങ്കിലും ഒരു ചെറിയ കൗതുകമല്ലാതെ എക്സൈറ്റ്മെന്റോ ഹൈപ്പോ ഒന്നും നമുക്ക് വരാനില്ല. ഇതിന് ആകെ എക്സെപ്ഷൻസ് ഉള്ളത് അവർ ഒറിജിനൽ സൂപ്പർമാൻ സിനിമയുടെ തീം യൂസ് ചെയ്യുമ്പോഴാണ്. ആ തീം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഹീറോയിസ് ഇങ്ങനെ കത്തിക്കേറി വരും. ആ സമയത്ത് സൂപ്പർമാന്റെ ഫ്ലൈറ്റ് സീക്വൻസസും സൂപ്പർമാൻ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ കാണാൻ ഒരു ത്രില്ലുണ്ട്. അത് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് ആണ്. ഗൺ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു കോമിക് ബുക്ക് ഫീൽ കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അത് സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും ഡയലോഗ്സിലാണെങ്കിലും കോസ്റ്റ്യൂംസിലാണെങ്കിലും വേൾഡ് ഡിസൈനിലാണെങ്കിലും ഈ ലോകത്തിന്റെ അസ്തറ്റിക്സ് ഫ്രഷ് ആണ്. പേഴ്സണലി എനിക്ക് ഇപ്പോഴും ഇഷ്ടം മാൻ ഓഫ് സ്റ്റീലിലെ ഫ്ലൈറ്റ് സീക്വൻസസും ആക്ഷൻ സീക്വൻസും ആണ്. പക്ഷെ ഒരു യുണീക്കായ രീതിയിൽ വിന്റേജ് സൂപ്പർമാനെ പ്രസന്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റിയെന്നത് ഈ യൂണിവേഴ്സിന്റെ ഭാവിക്ക് ഒരു നല്ല കാര്യം തന്നെയാണ്. പെർഫോമൻസസ് വൈസ് ആരെയും എടുത്തു പറയാനും പറ്റില്ല, കുറ്റം പറയാനും പറ്റില്ല. കാരണം ക്യാരക്ടേഴ്സ് ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയാലല്ലേ നമുക്ക് പെർഫോമൻസസ് ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ. സോ സൂപ്പർമാൻ 2025 സീനുണ്ടോ? ഓണസ്റ്റ്ലി ഇതിപ്പോ തിയേറ്ററിൽ പോയി മസ്റ്റായി കാണേണ്ട സീനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഴ്ച വേറെ ഒന്നും കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പക്ഷെ OTT-യിൽ വരുമ്പോൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. I would give Superman 2025 a solid 5 to 6 out of 10. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പടം കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് until then, as always, stay watching.